ഡെലിവറിംഗ് ഒപ്റ്റിമൽ ന്യൂട്രീഷൻ. അവർ ഗ്ലോബൽ ന്യൂട്രീഷൻ ഫിലോസഫിയിൽ നമ്മുടെ ഈറ്റിംഗ് ഹാബിറ്റ്സിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ എന്തൊക്കെയാണ് ഒരു ദിവസം കഴിക്കുന്ന ഫുഡിനകത്ത് ഉൾപ്പെടുത്തേണ്ടത്. അതിൽ ഫസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിനകത്ത് നമുക്ക് 40% കാർബ്സ് ആവശ്യമുണ്ട്. പലപ്പോഴും ഡയറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ കംപ്ലീറ്റ്ലി കാർബ്സ് കട്ട് ചെയ്തിട്ടുള്ള ഡയറ്റ്സ് ഒക്കെ എടുക്കാറുണ്ട്. പക്ഷെ അത് നമുക്ക് റോങ് ആണ്. എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 40% എടുക്കുന്ന കാർബ്സിൽ 25 to 40 ഗ്രാംസോളം ഫൈബർ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ അത് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റിന് സപ്പോർട്ട് ചെയ്യും. ഇതേപോലെ തന്നെ 30% പ്രോട്ടീൻ നമുക്ക് ആവശ്യമുണ്ട്. എടുക്കുന്ന പ്രോട്ടീൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻസ് നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഫാറ്റ് പെർസെന്റേജ് ഇത് നമുക്കൊരു 30% ആവശ്യമുണ്ട്. ഇതിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് നമ്മൾ കൂടുതൽ എടുത്തിട്ട് ഒമേഗ 6 ആയിട്ടുള്ള ഫാറ്റി ആസിഡ്സിന് എന്ത് ചെയ്യണം, കട്ട് ഡൗൺ ചെയ്യണം. അപ്പോഴാണ് നമുക്കൊരു ഹെൽത്തി ഫാറ്റ്സ് നമ്മുടെ ബോഡിയിലേക്ക് കിട്ടുന്നത്. ഇനി ഇതിന്റെ കൂടെയോ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്, പൈക്കോ ന്യൂട്രിയൻസ് ഇതെല്ലാം നമ്മൾ കറക്റ്റ് ആയിട്ട് കൊടുക്കണം. പൈക്കോ ന്യൂട്രിയൻസ് എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്ന ന്യൂട്രിയൻസിനെ പറയുന്ന പേരാണ് പൈക്കോ ന്യൂട്രിയൻസ്. അവിടെ നമ്മൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. നെക്സ്റ്റ് സെക്ഷൻ നോക്കുകയാണെന്നെങ്കിലോ ഈറ്റിംഗ് ഹാബിറ്റ്സിൽ മാത്രമല്ല, ഈ കറക്റ്റ് ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറെ കുറെ വശങ്ങൾ കൂടെ ഉണ്ട്. ഒന്ന്, നമ്മുടെ വാട്ടർ ഇൻടേക്ക് അത് കറക്റ്റ് ആയിരിക്കണം. വേണ്ട രീതിയിൽ വാട്ടർ ബോഡിയിലേക്ക് കൊടുത്തിരിക്കണം. ഇതേപോലെ തന്നെ എക്സസൈസ്, നല്ല എക്സസൈസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബൂസ്റ്റ് ചെയ്യും, അതേപോലെ തന്നെ നമ്മുടെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യും. നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എനർജി ലെവലിനെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും നമ്മളെ നല്ല പോലെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതേപോലെ റെസ്റ്റും നമുക്ക് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. ഇതെല്ലാം ചെയ്തിട്ടും നമ്മൾ കറക്റ്റ് ടൈമിൽ ഉറങ്ങുന്നില്ല, റെസ്റ്റ് ബോഡിക്ക് കൊടുക്കുന്നില്ലെങ്കിൽ ഡയറ്റ് നമ്മുടെ ബോഡിയിൽ ഹെൽത്തി ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. അതുകൊണ്ട് എപ്പോഴും ഡയറ്റ് എടുക്കുന്ന സമയത്ത് മിനിമം നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ഉൾപ്പെടുത്തുക. അതേപോലെ തന്നെ റെസ്റ്റ് എടുക്കേണ്ടടുത്ത് റെസ്റ്റ് എടുക്കുക, വാട്ടർ ഇൻടേക്ക് ചെയ്യേണ്ടടുത്ത് അത് ചെയ്യുക. അതേപോലെ തന്നെ എക്സസൈസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അതും ചെയ്ത് കറക്റ്റ് നല്ലൊരു ബാലൻസ് ന്യൂട്രീഷൻ പ്ലാൻ നിങ്ങളുടെ ഡയറ്റ് എടുക്കുകയാണെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ട് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും.